ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താര അറിയുകയാണ് രാഹുല് ഭ്രാന്താശുപത്രിയിലാണെന്നും വീട്ടില് അയാളില്ല എന്നുമുള്ള സത്യം. എന്തായാലും തനിക്കിടയിലും തന്റെ മകൾക്കിടയിലുമുള്ള ആ ഒരു കരട് രാഹുലാണ്. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണെന്നും അവരെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ രാഹുലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇല്ലാത്ത സമയം നോക്കി വന്ന് അവരോട് സത്യങ്ങൾ വെളിപ്പെടുത്താനും തൻ്റെ മകളെ ഒരു നോക്ക് കാണുവാനൊക്കെ കൂടിയിട്ട് താര ശാരിയുടെയും സരയുടെയും അരികിലേക്ക് വരികയാണ്. ആ സമയത്ത് അവർ വരുന്നത് കാണുമ്പോൾ അച്ഛനില്ലാത്ത തക്കം നോക്കി അവൾ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ശാരിയും സരയും. എന്നിട്ട് താര പറയുന്നുണ്ട് ഇതെൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ തലോടാൻ ശ്രമിക്കുമ്പോൾ സരയുന് ദേഷ്യം വരികയാണ്. സരയുവാണെങ്കിൽ ആ കൈ തട്ടി മാറ്റുകയും അതുപോലെ തന്നെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് താരയോട്. അപ്പോൾ ശാരി പറയുകയാണ്, നീ പലപ്പോഴായിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ ഇത് നിന്റെ മകളാണെന്ന്. നിന്റെ മകൾ എങ്ങനെയാവാനാണ്? ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ മകളാണിത്. പിന്നെ നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ മകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, വല്ല ഭിക്ഷ എടുത്തിട്ടെങ്കിലും അവൾ ജീവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി വളരെ ദേഷ്യത്തോടു കൂടി താരയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ താര പറയുന്നുണ്ട്, ഇല്ല ഞാൻ പ്രസവിച്ചതാണ്, നിങ്ങൾ പ്രസവിച്ച മകൾ ഉടനെ മരിച്ചുപോയി, എൻ്റെ മകളാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും താരയുടെ വാക്കുകൾക്കൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കുന്നില്ല ശാരിയും സരയും. കാരണം ശാരിയുടെ വിചാരം ഇത് സ്വന്തം മകൾ തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഒരു നേരിയ സംശയം പോലും ശാരിയെയും സരവിനെയും തേടിയെത്തുന്നില്ല. അങ്ങനെ അവളെ താരയെ അവിടെ നിന്നും അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അവളെ തല്ലുകയും അവിടെ നിന്ന് ആട്ടിയിറക്കുകയും ചെയ്യുന്നുണ്ട്. താരയ്ക്ക് തൻ്റെ മകളെ ഒന്ന് കാണാൻ സാധിച്ചു, അത് മാത്രമേ നടന്നുള്ളൂ. സത്യങ്ങളൊന്നും തന്നെ അവരോട് വെളിപ്പെടുത്താൻ സാധിച്ചുമില്ല. അങ്ങനെ അവൾ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്